വെൽക്കം ടു എജു പ്ലസ് CBSE ക്ലാസ് 10 സയൻസിലെ ടേം 2 എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ് നമ്മളിപ്പോൾ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ടിൽ നിങ്ങൾ നോക്കിയിരിക്കേണ്ട പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു സെക്ഷനാണ്. അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കാം. So question idana, which element exhibit the property of catenation to maximum extent and why? Okay. So catenation വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണത്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രീവിയസ് ഇയറിൽ നോക്കിക്കഴിഞ്ഞാൽ കാറ്റനേഷനുമായി ബന്ധപ്പെട്ടിട്ട് കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് നോക്കാം വാട്ട് യു മീൻ ബൈ കാറ്റനേഷൻ ആൻഡ് എന്താണ് അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന്. ഓക്കെ കുട്ടികളെ, കാറ്റനേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് ആൻ എലമെൻറ്റ് ത്രൂ കോവാലന്റ് ബോണ്ടിങ്. ഓക്കെ, അതായത് ഒരു എലമെൻറ്റ് എന്ത് ചെയ്യുന്നു, ആ എലമെൻറ്റിനോട് തന്നെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, സെൽഫായിട്ട് ആ എലമെൻറ്റിനോട് തന്നെ പരസ്പരം ബന്ധിക്കുന്നു, ലിങ്ക് ചെയ്യുന്നു. എങ്ങനെ? ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ട്. ഓക്കെ, അതാണ് കോവാലന്റ് ബോണ്ടിങ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു എലമെൻറ്റ് ആ എലമെൻറ്റിനോട് തന്നെ ലിങ്ക് ചെയ്യുന്ന പ്രോപ്പർട്ടി, ബോണ്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി, അതിനെയാണ് നമ്മൾ കാറ്റനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ദ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് ആൻ എലമെൻറ്റ് ത്രൂ കോവാലന്റ് ബോണ്ടിങ്. ഇങ്ങനെ പരസ്പരം ആ ഒരു എലമെൻറ്റ് അതേ എലമെൻറ്റിനോട് തന്നെ ലിങ്ക് ചെയ്ത് വലിയ ചെയിനുകളാകുന്നു. അതുപോലെ തന്നെ വലിയ വലിയ ബ്രാഞ്ചസ് ഉള്ള സ്ട്രക്ചറുകളാകുന്നു, റിംഗ് ഫോംസിലാകുന്നു. ഇങ്ങനെയെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ കാറ്റനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ കാറ്റനേഷൻ ഉള്ള ആളാണ് നമ്മളുടെ ഹീറോ ആയിട്ടുള്ള കാർബൺ എന്ന് പറയുന്നത്. കാർബൺ എന്ത് ചെയ്യുന്നു? കാർബണിനോട് തന്നെ ഡബിൾ ബോണ്ട് ഉപയോഗിച്ചും സിംഗിൾ ബോണ്ട് ഉപയോഗിച്ചും ട്രിപ്പിൾ ബോണ്ട് ഉപയോഗിച്ചും ലോങ് ചെയിൻ ഫോം ചെയ്യുന്നുണ്ട്, സ്ട്രെയിറ്റ് ചെയിൻ ഫോം ചെയ്യുന്നുണ്ട്, റിംഗ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്, ബ്രാഞ്ച്ഡ് ചെയിൻ ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കാർബൺ ബോണ്ടിങ് കാണിച്ചുകൊണ്ട് ഒരുപാട് കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പ്രോപ്പർട്ടി, ഓക്കെ, അപ്പോൾ കാറ്റനേഷൻ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? നമ്മുടെ കാർബൺ ആണ്. എന്താണ് കാറ്റനേഷൻ എന്ന് പറഞ്ഞാൽ? പരസ്പരം ഒരേ എലമെൻറ്റ് അതിനോട് തന്നെ ലിങ്ക് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കാറ്റനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് കാർബൺ എന്ത് ചെയ്യുന്നു? പരസ്പരം അങ്ങനെ ലിങ്ക് ചെയ്യുന്നുണ്ട്. സിംഗിൾ ബോണ്ട് വഴി ലിങ്ക് ചെയ്യുന്നുണ്ട്, ഡബിൾ ബോണ്ട് വഴി ലിങ്ക് ചെയ്യുന്നുണ്ട്, ട്രിപ്പിൾ ബോണ്ട് വഴി ലിങ്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ലോങ് ചെയിൻ ഫോം ചെയ്യുന്നുണ്ട്, സ്ട്രെയിറ്റ് ചെയിൻ ഫോം ചെയ്യുന്നുണ്ട്, ബ്രാഞ്ച് ചെയിൻ ഫോം ചെയ്യുന്നുണ്ട്, റിംഗ് സ്ട്രക്ചേഴ്സും ഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ കംപ്ലീറ്റഡ് ആണോ? അല്ല. എന്തുകൊണ്ടാണ് കാർബണിന് ഇത്രത്തോളം കാറ്റനേഷൻ പ്രോപ്പർട്ടി വരാനുള്ള കാരണം? ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്മോളർ അറ്റോമിക് സൈസ്. നമുക്ക് നോക്കാം. കാർബണിൻ്റെ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമുക്കറിയാലോ കാർബണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ? നമ്മളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2-4 ആണ്. 2 ഷെൽസ് ആണുള്ളത്. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആൻഡ് സെക്കൻഡ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സോ ഈ ന്യൂക്ലിയസിൽ നിന്ന് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ദൂരം വളരെ കുറവല്ലേ? അതുകൊണ്ട് തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? വളരെയധികം സ്ട്രോങ് ആയിട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ന്യൂക്ലിയസിലേക്ക്. ആ ഇലക്ട്രോണിനെ എന്ത് ചെയ്ത് പിടിക്കും? നന്നായിട്ട് വലിച്ചു പിടിക്കും. ദർ എക്സിസ്റ്റ് എ സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, സോ ഈ കാർബൺ മറ്റൊരു കാർബണുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ടൈമിൽ, ബോണ്ട് ചെയ്യുന്ന ടൈമിലും എന്താണ്? ഓരോ കാർബണും അതിൻ്റെ ഇലക്ട്രോണിനോട്, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനോട് ഒരു സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് അല്ലേ? സോ ഈ ഒരു സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് ഇത് ബോണ്ട് ചെയ്യുന്ന ടൈമിലും അടുത്തൊരു കാർബൺ ബോണ്ടിങ് നടക്കുമ്പോൾ അവിടെ ഫോം ചെയ്യുന്നതും എന്താണ്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള CC ബോണ്ടാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ബോണ്ട് സ്ട്രെങ്ത്, കാർബൺ ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി മറ്റ് എലമെൻസിനേക്കാളും കൂടുതലാണ്. അപ്പോൾ 2 റീസണാണ് ഇവിടെ ഓർത്തിരിക്കാനുള്ളത്. ഒന്ന്, കാർബണിൻ്റെ അറ്റോമിക് സൈസ് കുറവാണ്. ആൻഡ് അത് ഫോം ചെയ്യുന്നത് ഒരു സ്ട്രോങ് CC ബോണ്ടാണ്, കോവാലന്റ് ബോണ്ടാണ്. അതുകൊണ്ട് ഇറ്റ് ഷോസ് ദ പ്രോപ്പർട്ടി ഓഫ്
കാറ്റനേഷൻ ടു മോർ എക്സ്റ്റെൻറ്റ്. കൂടുതലായിട്ടും കാറ്റനേഷൻ പ്രോപ്പർട്ടി കാർബൺ കാണിക്കുന്നുണ്ട്. ഒരുപാട് കോമ്പൗണ്ട്സ് കാർബൺ പരസ്പരം ബോണ്ട് ചെയ്ത് ഒരുപാട് കോമ്പൗണ്ട്സ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കാർബൺ ബോണ്ടിങ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് നമ്മുടെ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് കാർബണിൻ്റെ ഒരു വേഴ്സറ്റൈൽ നേച്ചറും കൂടിയാണ് ഈ ഒരു കാറ്റനേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആരാണ് കൂടുതൽ കാറ്റനേഷൻ കാണിക്കുന്നത്? കാർബൺ ആണ് കാറ്റനേഷൻ കൂടുതൽ കാണിക്കുന്നത്. കാറ്റനേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് ആൻ എലമെൻ്റ് ആണ്. ആൻഡ് അത് കാർബൺ കൂടുതൽ കാണിക്കാനുള്ള റീസൺ അതിൻ്റെ അറ്റോമിക് സൈസ് കുറവായതുകൊണ്ടും ആൻഡ് അത് ഫോം ചെയ്യുന്ന കാർബൺ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? ദെൻ ഒരു എക്സാംപ്ലർ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. കമ്പയർ ദ എബിലിറ്റി ഓഫ് കാറ്റനേഷൻ ആൻഡ് കാർബൺ ആൻഡ് സിലിക്കൺ. വെരി ഈസിയാണ്. കാരണം കാറ്റനേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി. കാർബൺ സെൽഫ് ലിങ്ക് ചെയ്യുന്നുണ്ട്, സിലിക്കണും സെൽഫ് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കാർബണിൻ്റെ സൈസ് എന്ന് പറയുന്നത് സിലിക്കണിനെ അപേക്ഷിച്ചിട്ട് കുറവാണ് ആൻഡ് സിലിക്കൺ സൈസ് കൂടുതലാണ്. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്ന കാർബൺ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് സ്ട്രോങ് ആണ് ദാൻ സിലിക്കൺ ബോണ്ടിനേക്കാളും. വെരി ഈസിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും CBSEയുടെ സാമ്പിൾ പേപ്പറിലും ക്വസ്റ്റ്യൻ പൂളിലും എല്ലാം കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Why the number of carbon compounds is more than those formed by all other elements put together? Justify the statements by giving 2 reasons. എന്തുകൊണ്ടാണ് കാർബൺ ഇത്രയധികം കോമ്പൗണ്ട്സ് ഉണ്ടാവാനുള്ള റീസൺ? എന്തുകൊണ്ടാണ് കാർബൺ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ട്സ് കൂടുതലുണ്ടാകാനുള്ള കാരണം എന്താണ് കുട്ടികളെ? ഓർത്തിരിക്കുക, ഇതിനുള്ള സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 കാരണമാണ്. ഒന്ന് അതിൻ്റെ ടെട്രാവാലൻസി, രണ്ട് അതിൻ്റെ കാറ്റനേഷൻ പ്രോപ്പർട്ടി. എന്താണ്? ടെട്രാവാലൻസി ആൻഡ് കാറ്റനേഷൻ പ്രോപ്പർട്ടി. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മീൻ ബൈ ടെട്രാവാലൻസി? എന്താണ് ടെട്രാവാലൻസി എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ് അല്ലേ? സോ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4. 4 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. അതുകൊണ്ട് തന്നെ കാർബൺ എന്ത് ചെയ്യുന്നു? ഈ 4 ഇലക്ട്രോൺസിന് അതിനെ ലൂസ് ചെയ്യാൻ പറ്റുമോ? കൊടുക്കാനും പറ്റില്ല, 4 ഇലക്ട്രോൺസിനെ വാങ്ങാനും പറ്റില്ല. എങ്ങനെ വന്നാലും കാർബൺ അത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റേബിൾ ആവുകയും വേണം. സോ കാർബൺ എപ്പോഴും ഫോം ചെയ്യുന്നത് കൊവാലൻറ്റ് ബോണ്ടിങ് ആണ്. ഈ 4 ഇലക്ട്രോൺസിനെ മറ്റ് ഇലക്ട്രോൺസുമായിട്ട് എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. ഇലക്ട്രോൺസിനെ ഷെയറിങ് ചെയ്യുന്നു, കൊവാലൻറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. സോ കുട്ടികളെ, നമുക്കറിയാമല്ലോ, ഒരു ആറ്റത്തെ സംബന്ധിച്ചെടുത്ത് ഒരു ഇലക്ട്രോണാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ളതെങ്കിൽ അതിനെ കൊടുക്കും. 2 എണ്ണമാണ് ഉള്ളതെങ്കിലും അതിനെയും കൊടുക്കും. 3 എണ്ണമാണ് ഉള്ളതിനെ അതിനെയും കൊടുക്കും. മാക്സിമം ആണ് 4 എണ്ണം വന്നാൽ അത് ലൂസ് ചെയ്യാനും പറ്റില്ല, അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ചെയ്യുന്നതാണ് ഷെയറിങ്. അപ്പോൾ ഈ 4 എണ്ണമാണ് മാക്സിമം കപ്പാസിറ്റി. അതുള്ള ആളാണ് ആര്? നമ്മളുടെ കാർബൺ. സോ കാർബണിൻ്റെ ഈ ഒരു ടെട്രാവാലൻസി നേച്ചർ എന്ന് പറയുന്നത് കാർബണിന് ഇത്രയധികം ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവ് കൊടുക്കുന്നു. ടെട്രാവാലൻസി ആയതുകൊണ്ട് അതിന് ഇത്രയധികം കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള കഴിവ് കൊടുക്കുന്നു. അപ്പോൾ കാർബണിൻ്റെ കോമ്പൗണ്ട്സ് ഇത്രയും കൂടാനുള്ള ഒരു കാരണം ടെട്രാവാലൻസിയാണ്. ആൻഡ് സെക്കൻഡ് റീസൺ കാറ്റനേഷൻ പ്രോപ്പർട്ടിയാണ്. കാറ്റനേഷൻ എന്താണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ടെട്രാവാലൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അറ്റോമിക് സൈസ് കുറവാണ് ആൻഡ് അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായതുകൊണ്ട് കാർബൺ ബോണ്ടിങ് വളരെയധികം സ്ട്രോങ് ആണ്. അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? പരസ്പരം ഒരുപാട് ലിങ്കിങ് ചെയ്യുന്നു, കാറ്റനേഷൻ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? സോ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുക്കാം. ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ് ആയിട്ട് വരുന്നത് ഈ 2 റീസൺസ് ഒക്കെയാണ്. ടെട്രാവാലൻസി, കാറ്റനേഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസേഴ്സാണ്. സോ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങളൊന്ന് പോകണം, അത് വായിച്ചു പോകണം, അത് പഠിച്ചു പോകണം. അതിന് ആൻസേഴ്സ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങൾ പോകണം. ക്ലിയർ ആണല്ലോ? സോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആൻഡ് സ്റ്റേ ട്യൂൺഡ് വിത്ത് HU+. Thank you.